എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിഷ്കളങ്ക ഭക്തിയെക്കുറിച്ചാണ്. തിരുമലയുടെ അടിവാരത്ത് പൂക്കച്ചവടം ചെയ്യുന്ന പണ്ടാരത്തിൻ്റെ ഇളയ മകൻ ആനന്ദൻ മലമുകളിൽ നിത്യവാസം കൊള്ളുന്ന ശ്രീഹരിയുടെ പരമഭക്തനാണ്. ഇദ്ദേഹം തൻ്റെ കുടിലിനു ചുറ്റും പലതരത്തിലുള്ള പൂച്ചെടികൾ നട്ടും നനച്ചും വളർത്തിയിരുന്നു. ആനന്ദനാണ് നിത്യവും അച്ഛനെ സഹായിച്ചിരുന്നത്. പൂക്കൾ പറിച്ചെടുത്ത് അതിമനോഹരമായി മാല കോർക്കാൻ മകനെ അച്ഛൻ പഠിപ്പിക്കുകയും ചെയ്തു. ഹരിനാമ ജപത്തോടെ മകൻ പൂകെട്ടൽ എന്ന വിദ്യ സ്വായത്തമാക്കി. നിത്യവും ബ്രഹ്മമുഹൂർത്തത്തിനുള്ളിൽ നറുമണം പൊഴിക്കുന്ന പൂക്കൾ പറിച്ചെടുത്ത് മാല കോർത്ത് ഉഷപൂജയ്ക്ക് മുമ്പ് മല ചവിട്ടിക്കയറി ഭഗവാന് സമർപ്പിക്കുന്ന പതിവ് ചെറുപ്പം മുതലേ ആനന്ദനുണ്ടായിരുന്നു. പൂക്കച്ചവടം വരുമാനമാർഗമായിരുന്നെങ്കിലും ഭഗവാനെ വിവിധ തരത്തിലുള്ള മാലയണിയിച്ച് അലങ്കരിച്ച് ഭംഗി നോക്കുന്നതിലാണ് ആനന്ദൻ ആത്മസംതൃപ്തി കണ്ടെത്തിയത്. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും അവിടെ നിന്ന് യുവത്വത്തിലേക്കും കടന്നപ്പോഴും ആനന്ദൻ്റെ ഹരിഭക്തിയിലും നിത്യവ്രതത്തിലും ഒരു മാറ്റവും ഉണ്ടായില്ല. അച്ഛൻ പണ്ടാരം മരിക്കും മുമ്പ് മകൻ്റെ ജീവിതത്തിലേക്ക് ലക്ഷ്മിയെ കൊണ്ടുവന്നു. ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത മുഴുവനും ആവാഹിച്ചെടുത്ത ആ പെൺകുട്ടി ഭർത്താവിൻ്റെ സബര്യയിൽ പങ്കുചേർന്നു. മഴയോ വെയിലോ മഞ്ഞോ കാറ്റോ ഒന്നും ആനന്ദൻ്റെ സബര്യയ്ക്ക് തടസ്സമായില്ല. ആനന്ദൻ്റെ മാലയ്ക്കായി ഭഗവാൻ തന്നെ കാത്തു നിൽക്കുന്നുവെന്ന് തിരുമലയിൽ എത്തുന്നവർ പരസ്പരം പറയുന്നത് പതിവായി. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്ത് തൻ്റെ തോട്ടത്തിലും മലയടിവാരത്തു നിന്നും പല വർണ്ണത്തിലുള്ള പൂക്കൾ ശേഖരിക്കും ആനന്ദൻ. തോട്ടത്തിന് നടുവിലുള്ള കൊച്ചു കുടിലിൻ്റെ തിണ്ണയിലിരുന്ന് ഹരിനാമകീർത്തനം പാടി മാലകൾ കോർത്ത് തുടങ്ങും. പൂക്കളുടെ ആവശ്യക്കാരെത്തുമ്പോൾ ലക്ഷ്മി തോട്ടത്തിൽ നിന്ന് പൂപറിച്ച് അവർക്ക് നൽകും. അന്നന്ന് മനസ്സിൽ തോന്നുന്ന രീതിയിൽ വർണ്ണങ്ങൾ ഇടകലർത്തി മനോഹരമായ വനമാല കോർത്തു കഴിഞ്ഞ് അത് ഓലവട്ടിയിൽ എടുത്തു വച്ച് ഇല കൊണ്ട് മൂടും. അതിനുശേഷം സഹസ്രനാമവും ഗായത്രിയും ജപിച്ച് തൻ്റെ തോട്ടത്തിന് പിന്നിലൂടെ ഒഴുകുന്ന പാപവിനാശനം നീർച്ചോലയിൽ വീണ്ടും മുങ്ങിക്കുളിച്ച് ആ നനവോടെ കുടിലിൽ തിരിച്ചെത്തും. ആനന്ദൻ താൻ തന്നെ തലേ ദിവസം നനച്ച് തോരാനിട്ടിരുന്ന ശുഭ്രവസ്ത്രമണിഞ്ഞ് പൂവട്ടിയുമായി മല ചവിട്ടുവാൻ തുടങ്ങും. ഭക്തി നിർഭരമായ ആ യാത്രയ്ക്ക് വെട്ടം നൽകണമെന്ന ലക്ഷ്യത്തോടെ സൂര്യഭഗവാൻ പതുക്കെ പതുക്കെ കിഴക്കൻ മലക്കിടയിലൂടെ ഉദിച്ചുയരും. നിത്യവും മാല സമർപ്പണം മുടങ്ങാതെ നടന്നു. ഒരു ദിവസം പുലർകാല ഇരുട്ടിൽ പൂക്കൾ ശേഖരിച്ചു കൊണ്ടിരുന്ന ആനന്ദൻ്റെ കാലിൽ ഒരു സർപ്പം തീണ്ടിയത് എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ തൻ്റെ പണി തുടർന്നു ആനന്ദൻ. അപ്പോൾ എവിടെ നിന്നോ ഒരു അശരീരി കേട്ടു. ഭക്തശിരോമണിയെ, നിന്നെ തീണ്ടിയത് ഒരു സർപ്പമാണ്. തൻ്റെ പണിയിൽ മുഴുകിയിരുന്ന ആനന്ദൻ തനിക്കതറിയാമെന്ന മട്ടിൽ തലയാട്ടി. നിനക്ക് പേടിയില്ലേ? എങ്ങനെ ഇത്രയും നിശ്ചലനായി നിനക്ക് ഇരിക്കാൻ കഴിയുന്നു? അശരീരി ചോദിച്ചു. ആനന്ദൻ മാല കോർക്കുന്നത് നിർത്തിവെച്ച് കൈകൾ കൂപ്പി നമ്രശിരസ്കനായി പറഞ്ഞു. പാമ്പ് എന്നെ കഴിച്ചത് ഞാൻ അറിഞ്ഞു. പക്ഷേ അത് വിഷമുള്ളതാണോ അല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ഭയപ്പാടുണ്ടായില്ല. അത് വിഷമുള്ള പാമ്പാണെങ്കിൽ? അശരീരി ചോദിച്ചു. ആനന്ദൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. വിഷമില്ലാത്ത സർപ്പമാണെങ്കിൽ ഞാൻ പതിവ് പോലെ കുളിച്ച് മാലയുമെടുത്ത് അങ്ങയെ വന്ന് ദർശിക്കും. ഒരുപക്ഷെ അത് വിഷസർപ്പമാണെങ്കിൽ കുളിക്കാൻ പോലും ഞാൻ മെനക്കെടണ്ട. മരിച്ചു കിടക്കുന്ന എന്നെ
മറ്റുള്ളവർ കുളിപ്പിച്ചോളും. അങ്ങയെ വൈകുണ്ഠത്തിലെത്തി ഞാൻ ദർശിക്കും. ആനന്ദൻ്റെ അടിയുറച്ച വിശ്വാസത്തിന് മുമ്പിൽ ഭഗവാൻ തന്നെ ഒരു നിമിഷം സ്തബ്ധനായി പോയത്രേ. മഹാവിഷ്ണു ഭക്തന്മാരിൽ ഏറെ പ്രസിദ്ധനായ ആനന്ദാൾവാരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണിത്. ഭഗവത് ഭക്തിയിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ മരണഭയം പോലും ഉണ്ടാവുകയില്ല. ആൾവാരുടെ സുദൃഢമായ ശക്തിയാണ് ഭഗവാനെ അശരീരിയായി അദ്ദേഹത്തിന് മുന്നിലെത്തിച്ചത്. ഭഗവാൻ ഓരോ ഭക്തരിൽ നിന്നും കാക്ഷിക്കുന്നതും അടിപതറാത്ത ഭക്തി തന്നെ. ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. മതിയുണ്ടെങ്കിലൊക്കെ മതിയത്, തിരുനാമത്തിൽ മഹാത്മ്യമാമിത്. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമരുൾക ഭഗവാനെ, ഭക്തവത്സല കാരുണ്യസിന്ധോ. നന്ദി.